ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പച്ചക്കറി വാങ്ങാനായിട്ട് കടയിൽ പോയതായിരുന്നു കേട്ടോ. പച്ചക്കറിക്കൊക്കെ പൊള്ളണ വില. അപ്പോൾ കാര്യമായിട്ട് വന്നിട്ട് പച്ചക്കറികളിട്ട് ഇല്ല താനും. അപ്പോൾ വാടാത്ത നല്ല പച്ചക്കറി നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരു പടവലങ്ങയും കുറച്ച് മുരിങ്ങാക്കായാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ഇനി പടവലം കൊണ്ട് എന്തുണ്ടാക്കുമെന്ന് ഓർത്തപ്പോഴാണ് കുറച്ച് ചക്കക്കുരു കണ്ടത്. അപ്പോൾ ഇനി ഇന്നത്തെ സ്പെഷ്യൽ ചക്കക്കുരും പടവലം കൊണ്ടുള്ള ഒരു അടിപൊളി തോരനായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചക്കക്കുരു തൊലി കളയുക എന്നുള്ളതേ ചെറിയൊരു പണിയൊന്നും കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കക്കുരു വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് പടവലത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം പടവലം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പടവലം നന്നായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയം. പിന്നെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ മുക്കി വെക്കാറുണ്ട് കുറച്ച് സമയം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പച്ചക്കറിയിലെ വിഷാംശമൊക്കെ കുറഞ്ഞു കിട്ടുമെന്നൊക്കെയാണല്ലോ പറയാറ്. അപ്പോൾ ഇതാ പടവലം നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരൊക്കെ ഒരു വിധം വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള പടവലം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പടവലം വെന്ത് കിട്ടാനുള്ള വെള്ളം നമ്മുടെ ചക്കക്കുരു തന്നെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറിയ തീയിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോഴിനി അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 4 ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3-4 ചുവന്നുള്ളി, 2 തണ്ട് കറിവേപ്പില. ഇത്രയും നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം മിക്സിയിൽ. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടും ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അരപ്പൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഇതാ നമ്മുടെ പടവലം വേവായിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല പാകത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വറുത്തിടാനാണ് വേണ്ടത്. ഇനി സാധാരണ പടവലക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാത്ത കുട്ടികളായാലും ഇങ്ങനെ തോരനൊക്കെ വെച്ച് കൊടുത്താൽ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കൊന്ന് വറുത്തിടാനായിട്ട് ചട്ടി വെച്ച് കൊടുത്തു. എണ്ണ ഒഴിച്ചു, ചൂടായി, കടുക് പൊട്ടിച്ചു. അപ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടിയും പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടുക് പൊട്ടിച്ചിടുമ്പോൾ തന്നെ നല്ലൊരു മണക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പടവലങ്ങയും ചക്കക്കുരും വെച്ചുള്ള അടിപൊളി തോരൻ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോൾ മക്കൾ പറയുന്നത് മൊത്തത്തിലൊരു ചക്കക്കുരുമയമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ചക്കക്കുരും വെള്ളരിയും കൊണ്ടുള്ള കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ ഈ വില കൂടിപ്പോയാൽ ഇനി ചക്കക്കുരൊക്കെ തന്നെയാണ് കേട്ടോ ശരണം. അപ്പോൾ ചക്കക്കുരും വെള്ളരിയും കറി കഴിച്ചിട്ടുണ്ട്. പിന്നെന്താ ചക്കക്കുരും പടവലം കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്തിരി മാങ്ങാച്ചാറും ഒരു പപ്പടം കാച്ചിയതും. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ ഫുഡ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.